പെട്ടെന്ന് തന്നെ ഒരു ചക്കപ്പായസം റെഡിയാക്കി എടുത്താലോ. അതിനായിട്ട് ഉരുളിയിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സും തേങ്ങ കൊത്തും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരാം. റൈസിൻസ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ചക്കപ്പായസത്തിലേക്ക് റൈസിൻസ് ചേർക്കുന്നില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് വറുത്ത് കോരിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള നല്ല പഴുത്ത മധുരമുള്ള ചക്കയാണ് കേട്ടോ. അത് ഈ ഒരു നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഞാനിവിടെ ഒരു 4 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് ഈ ഒരു ചക്കയായിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ആ ഒരു ചക്കയൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയുടെ 2ാം പാലാണ്. അതൊരു 2.5 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങയുടെ 2ാം പാല് കടന്നിട്ട് ഈ ഒരു ചക്ക മുഴുവനായിട്ട് അങ്ങ് വേവണം. വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1ാം പാല് ഒരു 1.5 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയൊരു തിള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനു മുമ്പ് ഞാൻ ആ ഒരു ശർക്കരയും ചക്കയും കൂടെ ഉള്ള ഒരു പരുവല്ലേ, ആ സമയത്ത് കുറച്ച് ചക്ക ഇങ്ങനെ തവി വെച്ചിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ വറുത്ത് കോരിയിട്ടുള്ള കാഷ്യൂ നട്ട്സും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുത്തു. ചുക്കുപൊടിയും ചെറിയ ജീരകം ഏലക്കായപ്പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ചക്കപ്പായസം റെഡി. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ചക്കപ്പായസമാണ് കേട്ടോ. ചക്കയുടെയൊക്കെ സീസണല്ലേ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ചക്കപ്പായസത്തിൻ്റെ വേറെ റെസിപ്പി നമ്മൾ മുമ്പ് തെസ്നീസ് കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് പകരം പശുവിൻ പാൽ ചേർത്തിട്ടുള്ള പായസമാണ്. അതും നല്ല അടിപൊളി ടേസ്റ്റാണ്. കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.